SMA ബാധിച്ച ഖത്തർ മലയാളിയായ കുഞ്ഞ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. 4 മാസം മാത്രം പ്രായമുള്ള മൽഖ റൂഹിയുടെ ചികിത്സയ്ക്ക് 20 കോടിയിലേറെ രൂപ വേണം. ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ പണം കണ്ടെത്തുന്നതിനായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മൽഖ റൂഹി ഖത്തർ മലയാളികളുടെ നെഞ്ചിലെ നോവാണ് ഈ പിഞ്ചുകുഞ്ഞ്. 4 മാസം പ്രായം. 2 മാസം മുമ്പാണ് കുഞ്ഞിന്റെ ശരീരചലനത്തിൽ ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചത്. പരിശോധനയിൽ ശരീരത്തിലെ പേശികളെ തളർത്തുന്ന സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന ജനിതക രോഗമാണെന്ന് കണ്ടെത്തി. ജനറ്റിക് ടെസ്റ്റിലാണ് ഇത് മോൾക്ക് SMA ടൈപ്പ് 1 ആണെന്നുള്ളത് കൺഫേം ആക്കുന്നത്. SMA ടൈപ്പ് എന്ന് പറയുന്ന ഒരു റെയർ ആയിട്ടുള്ളൊരു ജനറ്റിക് ഡിസീസാണ്. അതായത് ഈ നമ്മുടെ മോട്ടോർ ന്യൂറോൺസ്, നമ്മുടെ ആക്ടിവിറ്റീസിനെ സഹായിക്കുന്നൊരു ജീൻസിൻ്റെ അഭാവമാണിത്. ട്യൂബിലൂടെയാണ് കുഞ്ഞിന് പാലുപോലും നൽകുന്നത്. കഴുത്തുറയ്ക്കാത്തതിനാൽ മറ്റു കുഞ്ഞുങ്ങളെ പോലെ എല്ലായ്പ്പോഴും ലാളിക്കാനുമാവില്ല. 20 കോടിയിലേറെ ഇന്ത്യൻ രൂപയാണ് ചികിത്സയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2 മാസത്തിനകം ചികിത്സ തുടങ്ങണം. SMA ടൈപ്പ് എന്ന് പറയുന്നത് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ഡിസീസ് ആയതുകൊണ്ട് വിത്തിൻ 1 ഓർ മാക്സിമം 2 ഇയേഴ്സിനുള്ളിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ അത്രയും ഷോർട്ടാണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ വൺസ് നമ്മളിത് എത്രയും വേഗം നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അത്രയും ഈ ഡിസീസ് അവിടെ സ്റ്റോപ്പ് ആവും. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ സിദ്രയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ തന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് 11.1 മില്യൺ ഖത്തർ റിയാലാണ് അതിൻ്റെ ചിലവ് വരുന്നത്. ബാക്കി ട്രീറ്റ്മെൻ്റ് എല്ലാം ഫ്രീ. ഇതിപ്പോൾ ഇവർ മരുന്നിൻ്റെ കോസ്റ്റ് മാത്രമാണ് അവർ എടുക്കുന്നത്. ഖത്തർ ചാരിറ്റി വഴി ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ അക്കൗണ്ടിലേക്ക് പണം അയക്കാം. അപ്പോൾ ഖത്തർ ചാരിറ്റിയിലാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അൽഹംദുലില്ലാ ഒരു മോളിൽ സ്പെസിഫിക് ആയിട്ട് ഒരു കേസ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇപ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ് പോലെയാണ് നമുക്കൊരു അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൽ ഇപ്പോൾ 3-4 പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ പേ, അതുപോലെ കാർഡ് പേയ്മെൻറ്റ് വഴിയും, പിന്നെ ഇൻസൈഡ് ഖത്തറിൽ കുറച്ചുകൂടി ഓപ്ഷൻസ് വരുന്നുണ്ട്. പ്രവാസി സമൂഹവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സുമനസ്സുകളും മൽഖയ്ക്കായി കൈകോർക്കുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട് മേപ്പറമ്പ് സ്വദേശികളായ പിതാവ് റിസാലും മാതാവ് നിഹാലയും. മീഡിയ 1 ദോഹ.